ഹായ് ഗൈസ്, നിങ്ങളിപ്പോൾ ആലോചിക്കും ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എവിടെ പോവാണ്. നിങ്ങളിപ്പോൾ ടൈറ്റിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെ പോവാടാ. ആ, അപ്പോൾ നമ്മൾ ഗോവയിൽ പോവാണ് ഗൈസ്. ഗോവയിൽ 1-2 അമ്പലമുണ്ട്, വെളുപ്പിന് മാത്രം തൊഴാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾ 3 അമ്പലങ്ങൾ രാവിലെ 5 മണിക്ക് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 ദിവസം നിന്ന് 3 അമ്പലങ്ങളിൽ ഓരോ ദിവസം തൊഴുത് ഇറങ്ങി. അതെ, ഞങ്ങൾക്ക് കുറച്ച് ഭക്തിമാർഗം സ്വീകരിക്കാനായിട്ട് ഗോവയിലോട്ട് പോവുകയാണ്. ഇന്നലെ എടുത്ത തീരുമാനമാണ്, ഇന്നലെ വൈകിട്ട് നമ്മൾ എടുത്ത തീരുമാനമാണ്. ഇന്ന് രാവിലെ ഗോവയ്ക്ക് വന്നു. എല്ലാണോ പെട്ടിയായിട്ട് വന്നത്. നിങ്ങളായിരിക്കും ഞങ്ങൾ ചില്ലാണ്, ഇഷ്ടംപോലെ പൈസ ആണെന്നൊക്കെ കരഞ്ഞ് കാലുപിടിച്ചാണ് വീട്ടിൽ സംഭവിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഗൈസ്. ഇന്നലെ വൈകിട്ട് തീരുമാനിച്ചെന്ന് രാവിലെ ട്രെയിൻ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി ട്രെയിൻ വന്ന് ഗോവയിൽ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇനി ട്രെയിൻ വന്ന് ഒക്കെ വരാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ പറഞ്ഞു ഇന്നലെ തീരുമാനിച്ചിറങ്ങി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷേ അല്ല, നമുക്ക് എല്ലാത്തിനും ഒരു പെർഫെക്റ്റ് പ്ലാൻ ഉണ്ട്. കാണിച്ചു കൊടുക്കാം ഫുൾ മാപ്പ്. ആരെങ്കിലും ഗോവയെ 3 രൂപ പോകണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. 200 രൂപ. 2 ദിവസം 3 ഞാൻ പ്ലാൻ ചെയ്തതിന് വീട്ടിൽ ഇരിപ്പുണ്ട്. വലിയ മാപ്പ്. 2 ദിവസമായിരുന്നു മൂന്നാറിൻ്റെ മാപ്പും ഏതൊട്ട് ജി വരെയുള്ള റൂട്ടും എല്ലാം വരച്ചാൽ വെച്ചതാണ്. പക്ഷെ അത് മഴ കാരണം ക്യാൻസലായി പോയി. അങ്ങനെയാണ് നമ്മൾ ഗോവയിലോട്ട് തിരിച്ചത്. ഗോവയുടെ കംപ്ലീറ്റ് റൂട്ട് മാപ്പും അവൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തു. ഷൗട്ട് ഔട്ട് ടു OMW. എന്തേശ്വർ എവിടെ എത്തി നമ്മളിപ്പോൾ? എറണാകുളം. പാർത്ത് എന്താ പരിപാടി? രോഹിത്, ഹായ്. എന്തോ കഴിക്കാനെന്താ? തുറന്നില്ല ഇതുവരെ? ഇത് തുറന്നാടാ. അവൻ ചപ്പാത്തി, അവൻ പണ്ട് വരെ ചപ്പാത്തി. പാർത്തി തുറന്നാടാ. ഞങ്ങളെല്ലാം ബഡ്ജറ്റ് ആസ് യൂഷ്വൽ എല്ലായിടത്തെയും പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് ചോറ് വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നു. ഏതാടാ? 14 കൂട്ടം കറി. നല്ല സൂപ്പർ. എന്തൊരു മീനാന്ന് എനിക്ക് അറിയത്തില്ല. മീൻ, തോരൻ, ചമ്മന്തി, ചക്കേവീർ, നല്ല മീൻ വറുത്തതാണ്. ഇത് പരിഞ്ഞിലെന്ന് പറയണോ? പരിഞ്ഞിൽ. ഇത് പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു. അപ്പം ഞങ്ങളവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ 10:30 കയറി. ഇപ്പം 1:30 ഒരു 2-3 മണിക്കൂറായി. നാളെ രാവിലെ നമ്മൾ ഗോവയ്ക്ക് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെയിനിലുള്ള ഫുഡ് മാക്സിമം ഒഴിവാക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കാൻ പോവാം. ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നല്ല ചോറിങ്ങനെ വരവി, കുറച്ച് ചമ്മന്തിയും, കുറച്ച് മീനും പിച്ചി, കുറച്ച് പരിഞ്ഞിലും വേണ്ട, നമ്മുടെ ചാള വറുത്തത് വേണ്ട, പിന്നെ കുറച്ച് തോരൻ, എല്ലാം കൂടി വെക്കണം, മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ ചമ്മന്തിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചതാ. എന്നിട്ട് എൻ്റെ മോനെ സത്യം പറയാമല്ലോ, വിശന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഒന്നാമത് എൻ്റെ അമ്മക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വിശന്നിരിക്കുന്നതുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ. സ്വർഗം, എന്തൊരു ടേസ്റ്റെന്ന് പറയാം. ചമ്മന്തി, ഓഹ് സൂപ്പർ. എത്ര നാളെന്നറിയാം വാഴയിൽ പോയി ഞങ്ങൾ കഴിച്ചിട്ട്. സ്കൂളിൽ സാധാരണ നമ്മളങ്ങനെ കൊണ്ടുപോകാറില്ല, പാത്രത്തിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു വാഴയിൽ പോയി കഴിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതര ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. എൻ്റെ അമ്മ പിന്നെ ബുദ്ധിപരമായി നല്ല ഒതൻറ്റിക് വാഴയില പൊതിച്ചോറാണ് എനിക്ക് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ഞാനിത് കഴിച്ച് തീർത്തിട്ട് വരാം ഇനി. ഓക്കെ, ഹായ് ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ചില്ല് ചെയ്യാനായിട്ട് വന്നേക്കുക. ഇല്ലടാ എന്തോരി മാറേക്ക് പിള്ളേരൊക്കെ മാറേക്ക് അവിടുന്ന്. നമ്മൾ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് ഒരു ഗോവ ട്രിപ്പ് ആയത്. ഒരു ദിവസം ഉണ്ടായിരുന്നോടാ, ഹാഫ് ഡേ, ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക്. കാരണം ഞങ്ങൾ ആദ്യം മൂന്നാർ പോകാനാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വന്ന കുറച്ച് വെതർ കണ്ടീഷൻസ് കാരണം നമുക്കത് ക്യാൻസലായി. നമ്മള് രോഹിത്താണെങ്കിൽ എന്തൊക്കെ ചെയ്താ നീ 3-4 ദിവസം ഇരുന്ന് മാപ്പും വരച്ച് കാര്യം
എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ നമ്മൾ പോകേണ്ട തലേ ദിവസമൊക്കെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് അടച്ച് കാര്യങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പം അങ്ങ് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അങ്ങനെയാണ് അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഫ്രണ്ടായ ആകാശ് നമുക്കൊരു പാക്കേജ് ആവശ്യം നമ്പർ പോകാൻ തീരുമാനിച്ചു. അല്ല അവനെ പാക്കേജിന്റെ അതെ ആണ്. പക്ഷെ അവനെ ഹെൽപ്പ് ചെയ്തില്ല. അതുകൊണ്ട് കുറച്ച് ഈസി ആയില്ലേ കാര്യം. ഇല്ല രോഹിത് ഡിലേ ചെയ്തു. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മള് 10:30 ട്രെയിനിൽ നമ്മൾ കയറിയത്. എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലും. എനിക്ക് ഈ സൗണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നാളെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെല്ലുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓണോ അപ്പോൾ എൻ്റെ കൈ അടിക്കുന്നോട്ടോ ഇങ്ങനെ പിടിക്കും. സമ്മതിക്കണം കേട്ടോ, ഇങ്ങനെ കുറേ നേരമൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നത്. ട്രൈപ്പോഡാണ് ഇത്ര പ്രശ്നമില്ല. പക്ഷേ നല്ലോണം കൈ അടിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മളിനി അവിടെ ചെന്ന് നമ്മളവിടെ പിക്ക് ചെയ്യാനൊക്കെ ആള് വരും. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വരാം. ഇതിൻ്റെയൊക്കെ പുറകിൽ ഇത് ഇവിടം വരെ എത്തിക്കാൻ പെട്ട പാടും കാര്യങ്ങളും ഒക്കെ അതൊക്കെ പറയാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ, പട്ടിയെ കുളിപ്പിച്ച് അങ്ങനെ പലതും. അപ്പം നമ്മള് ഓൺ ദി വേ നമ്മളിനി അങ്ങോട്ട് പോകെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അതെ നമ്മളിങ്ങനെ പ്രത്യേകം ആര് നടന്നാലും ട്രെയിനിൽ ആൾക്കാർക്ക് ശരിയാ. അപ്പോൾ ഞങ്ങൾ ബാക്കി ഇവിടുത്തെ കലാപരിപാടികളൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും രാവിലെ ആക്കിയിട്ട് വരാം. ഓക്കെ, അല്ല എൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വരാം നമുക്ക് അല്ലേ. ഒരുപാട് സമയം കിടപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം കളയണമല്ലോ. ഹായ് ഗൈസ്, അങ്ങനെ അതെ അല്ലേ ഗൈസ്, ഞങ്ങളപ്പം ഞാൻ തിരികട്ടെ. ഹായ് ഗൈസ്, ഞങ്ങളപ്പം ബേസിക്കലി ഇപ്പോൾ എവിടെ എത്തിയടാ? കാസർഗോഡ് കഴിഞ്ഞില്ലേ? ഞങ്ങളിപ്പം കാസർഗോഡ് കഴിഞ്ഞ് മണി 8:25. ഓക്കെ, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ലൈറ്റ് ഇടാ. എന്താന്ന് വെച്ചാൽ പറഞ്ഞു തന്നത് ഞങ്ങൾ നല്ല വിപുലീകരമായ അല്ലേടാ, എന്തോടാ അതിന് പറയുന്നത്, വിപുലീകരമായ ആഹാര ശേഖരങ്ങൾ വെച്ചിട്ട് നമ്മൾ ആഹാരം എല്ലാം കഴിച്ചെന്ന് പറഞ്ഞു. അതെ, ബ്രെഡ് പീനട്ട് ബട്ടറും ഡെസേർട്ടായിട്ട് ജാമും, മിക്സഡ് ഫ്രൂട്ട് ജാമും ഹാപ്പിയുടെ ഇല്ലടാ. അങ്ങനെ ഉണ്ടായിരുന്നു സോഫാർ. നമസ്കാരം. ഓക്കെ ചേട്ടോ പാനി അവിടെ പാനി അതൊന്നും വേണ്ട. ഇംഗ്ലീഷിലാണെങ്കിൽ സാഹിത്യ എനിക്ക് കാര്യം പറ. സോഫാർ എങ്ങനെ ഉണ്ടായിരുന്നു? വിശപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അതെ ട്രെയിൻ ഓൺലി ട്രെയിൻ. ട്രോമറ്റൈസ്. യെസ്, only bread and jam, no food. രാത്രിയിൽ ഇന്നലെ എത്ര 8 മണിക്ക് കിടന്ന് രാവിലെ 6 മണിക്ക് എണീക്കണം. ഞാൻ 10 വരെ ഇറങ്ങിയാൽ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ട്രെയിനിൽ നല്ല നോയ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലായിടവും പോകുന്ന പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചു. ഉച്ചയ്ക്കത്തുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നു. എന്താ പറയുക, പൊതിച്ചോറ് സാധനം. ഉച്ചയ്ക്ക് ലക്ഷറി ആയിരുന്നു കേട്ടോ. രാത്രി നമ്മൾ ചവിട്ടി പിടിച്ച് രാത്രി നമ്മൾ ബ്രെഡ് മേടിച്ചു, പീനട്ട് ബട്ടറും ഡെസേർട്ടിനും ജാമും കൂട്ടി പച്ചവെള്ളം കുടിച്ച് കിടക്കുകയാണ് കഴിച്ചു. ഇപ്പം രാവിലെ നമ്മൾ ഗോവയിൽ ചെല്ലും. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇനിയൊന്നും കാണത്തില്ല. ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ് കൊണയൊക്കെ അടിച്ച് രണ്ടുമൂന്ന് എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചൊരു സമയമാകുമ്പോൾ കിടന്നുറങ്ങി. രാവിലെ എണീക്കും. രാവിലെ കണ്ണുറങ്ങുമ്പോൾ എവിടെ? ഗോവ. അപ്പോൾ ഗോവ എത്തിയിട്ട് കാണാം അല്ലേ? അപ്പോൾ ഗോവ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ പറയണം. ബൈ The next day. പാർത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് രോഹിത്. ഗുഡ് മോർണിംഗ് പറയടാ. രോഹിത് സ്റ്റേഷനായെന്നും പറഞ്ഞിങ്ങനെ കൊതിച്ച് അവിടെ പോയി നിൽക്കുക. ബാഗ് ആയിട്ടുണ്ട്. സ്റ്റേഷൻ ഒന്നും ആയില്ല. അതെ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇപ്പം മണി
ഞങ്ങൾ 4 മണിക്ക് എണീറ്റാ. ഇപ്പോൾ മണി 5:45. നമ്മൾ സ്റ്റേഷനിൽ എത്താറായി, ഫൈനലി ഗോവയിൽ എത്താറായി. ഇനി നമ്മുടെ ഡ്രൈവർ അണ്ണൻ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കാത്തിരിപ്പുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങി ഡ്രൈവർ അണ്ണനെ കണ്ടുപിടിച്ച് നമുക്ക് ഹോട്ടലിലോട്ട് പോകണം കഴിച്ചു. ഓക്കെ, അതെ അതെ, ആ ഒരുപാട് വലിയ കന്നഡ എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഞങ്ങൾ ഇതൊന്ന് തീരുമാനമാക്കി സ്റ്റേഷനിൽ ഇറങ്ങി അണ്ണനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഓക്കെ, ഹായ് ഗൈസ്, നമുക്ക് ഗോവയുടെ മണം അടിച്ചു തുടങ്ങിയല്ലേ? ഗോവയുടെ മണം അടിച്ചു തുടങ്ങി. അതെ അതെ, നമ്മളങ്ങനെ ഗോവയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുന്നു. നമ്മൾ ഇതാണ് ഗോവയിലെ സ്റ്റേഷൻ. എന്തോടാ? ആ എല്ലാം എടുത്ത് സ്റ്റേഷന്റെ പേരെന്തോടാ? ദിവ്യം അല്ലേ? അത് മുംബൈയിലാണ്. ഗോവയുടെ മണം അടിച്ചില്ലേ? ഗോവയുടെ മണം അടിച്ചില്ലേ? ഉപ്പായിട്ടടിക്കുന്നുണ്ടാ. അപ്പം നമ്മളിനി അണ്ണനെ കണ്ടുപിടിക്കട്ടെ. ഓക്കെ, അണ്ണനെ കണ്ടുപിടിച്ചിട്ട് അണ്ണനല്ല ബയ്യ. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ പ്ലാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ 19-ാം തീയതി രാവിലെ 10:30ക്കാണ് ട്രെയിൻ കയറിയത്. 20-ാം തീയതി ഇവിടെ എത്തി. 20, 21, 22 3 ദിവസം, 3 ഡേ 2 നൈറ്റാണ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത്. 22-ാം തീയതി നമ്മൾ ട്രെയിൻ തിരിച്ചു കയറും. നമ്മൾ സത്യം ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം. അതായത് 18-ാം തീയതി വൈകിട്ട് തീരുമാനിച്ച് 19-ാം തീയതി പോയതാണ്. അപ്പം ബായി ഇവിടെ എവിടെയെങ്കിലും കാണും. അപ്പോൾ നമ്മൾ ഒരു ടൂർ പാക്കേജാണ് എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ പെട്ടു. ഓക്കെ, നമ്മളൊരു കൂട്ടുകാരനൊക്കെ നേരത്തെ പോയപ്പോഴത്തേക്ക് അവർ കുറച്ച് പെട്ടു. കാരണം ഇവിടെ എന്ന് വെച്ചാൽ കാര്യങ്ങൾക്കൊക്കെ വില കൂടുതലും മറ്റേ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ അത് ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത്തിരി പ്രശ്നമായിരിക്കും. മനസ്സിലായി? നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുമ്പം പാക്കേജ് എടുത്ത് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉൾപ്പെടെ എല്ലാം ഉണ്ട്. മനസ്സിലായി? അതിൻ്റെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ കമൻറ്റ് ബിലോ ഞാൻ തിരിച്ച് റിപ്ലൈ തരാം. ഓക്കെ, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ആ പാക്കേജ് എങ്ങനെ വേർത്തിട്ടാണോ, പൈസ കൊടുത്തതിന് എങ്ങനെ ഉണ്ട്, നമ്മുടെ സ്റ്റേ എങ്ങനെ ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇനിയിപ്പം വണ്ടി കയറിയിട്ട് വരാം. ഹായ് ഗൈസ്, നമ്മൾ അണ്ണനെ കണ്ടുപിടിച്ച് നമുക്ക് ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ സ്റ്റേയിൽ നമ്മുടെ ഹോട്ടൽ വരാം. ഓക്കെ, പിന്നെ ബൈക്കായിട്ട് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുക ഗോവയുടെ റോഡിൽ കൂടെ. ഇല്ലടാ, ഇങ്ങനെയുണ്ടോ? കംഫർട്ടബിൾ അല്ലേ ട്രെയിനിൽ? ഇവിടെ കുഴപ്പമില്ല. രോഹിത് ഗോമാതാക്കൾ, ഗോവയിൽ ഗോമാതാക്കൾ ഉണ്ടോ? നമ്മുടെ റോഡിലൊക്കെ വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ അവിടുത്തെ നാട്ടിലെ പോലെയല്ല, മൂക്കയറൊന്നുമില്ല, ഫ്രീ ആയിട്ട് വിട്ടേക്കാം അതിനൊക്കെ. അപ്പോൾ നമുക്കിനി ഹോട്ടലിൽ എത്തിയിട്ട് വരാം. ഓക്കെ, ബൈ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെ വേണം ഗൈസ്. നമ്മുടെ ഇത് ഇവിടുത്തെ നമ്മളെ വെൽക്കം ചെയ്യാൻ ആൾക്കാർ മാറാ. ഞാനിപ്പം ബാഗൊക്കെ എടുക്കട്ടെ. നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലോട്ട് വന്നപ്പം ഞാൻ ബാഗൊക്കെ എടുക്കട്ടെ ഡിക്കിന്ന്. ഹായ് ഗായ്സ്, നമ്മൾ അങ്ങനെ അവിടുന്ന് നമ്മൾ ഏകദേശം ഇവിടെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എത്തി. ഓക്കെ, 7 മണിയോ സമയം എനിക്ക് ഓർമ്മയില്ല. നമുക്ക് 12 മണിക്കുള്ള ഹോട്ടൽ ചെക്ക് ഇൻ. പക്ഷെ അതിന് മുന്നേ തന്നെ ഇവരുടെ കോമൺ ബാത്റൂമും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് ഇവർ റെൻറ്റിന് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ സൈറ്റ് സീയിങ്ങിനും സ്ഥലം കാണാനും എല്ലാത്തിനായിട്ട് പോകും. 12 മണിയാകുമ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്രഷ് ആവാനോ കാര്യങ്ങളോ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും. ഡേ 1 അറ്റ് ഗോവ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ ആയിരുന്നു, വലിയ പ്രശ്നമില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. വെജിറ്റേറിയനാണ് ബ്രേക്ക്ഫാസ്റ്റ്, വെജിറ്റേറിയനും ഡിന്നർ നോൺ വെജ് ആയിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി ബാക്കി വണ്ടി കിട്ടി, ബാക്കിയെല്ലാം അടുത്ത വീഡിയോയിലോട്ട്. ഓക്കെ, ബൈ ഗായ്സ്.